നമ്മളിപ്പം ഗൊറൊങ്കൊറ കൺസർവേഷൻ ഏരിയൻ്റെ മെയിൻ ഗേറ്റിലാണ് എത്തിയിട്ടുള്ളത്. അപ്പം നമുക്ക് ഗേറ്റ് പാസ് കിട്ടിയാലേ നമുക്കിവിടുന്ന് കടക്കാൻ പറ്റും, പിന്നെ അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളെല്ലാം കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ ഗേറ്റ് പാസ് കിട്ടേണ്ടിയിട്ട് കാത്തിരിക്കുവാണ്. സുബ്രഹ്മണി, അത് നമ്മൾ ലിയോ മൂവിലെ സുബ്രഹ്മണ്യല്ലേ? നമ്മളിപ്പോൾ ഗൊറൊങ്കൊറന്ന് സെറിംഗേറ്റ് നാഷണൽ പാർക്കിലേക്ക് വരുന്ന സമയത്ത് ഗൊറൊങ്കൊറ ബോർഡറിൽ നിന്ന് പിന്നെ നാഷണൽ പാർക്കിലേക്ക് സെറിംഗേറ്റ് നാഷണൽ പാർക്കിൽ 50 കിലോമീറ്ററോളം ഓടിയിരുന്നു. ആ വരുന്ന വഴിയിൽ ഒരുപാട് മൃഗങ്ങളെ കണ്ടിട്ടുണ്ട്. അതിലേറ്റവും കൂടുതൽ കണ്ടത് കാട്ടുപോത്താണ്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ സീബ്രയാണ്, പിന്നെ ജിറാഫിനെ കണ്ടിരുന്നു, മാനുകളെ കണ്ടിരുന്നു, ഒട്ടകപ്പക്ഷി കണ്ടിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ സെറിംഗേറ്റ് ബോർഡറിലേക്ക് എത്തുന്നതിനൊരു 5 കിലോമീറ്റർ മുമ്പായിട്ട് അവിടെ കുറച്ച് സിംഹങ്ങളെ കണ്ടിരുന്നു. നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ ഗൊറൊങ്കൊറന്ന് സെറിംഗേറ്റിലേക്ക് വരുമ്പോഴുള്ള മെയിൻ ഗേറ്റിലാണുള്ളത്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും കുറേ വണ്ടികൾ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ഇപ്പോൾ ഇതിനകത്ത് സെറിംഗേറ്റിലേക്ക് കയറാൻ വേണ്ടിയിട്ട് പെർമിറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. പെർമിറ്റ് കിട്ടുന്നതിനനുസരിച്ചിട്ട് ഓരോ വണ്ടി ആരാണോ ആദ്യം കഴിയുന്നത് അവർക്ക് ആദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 10 മിനിറ്റായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു. പിന്നെ പെർമിറ്റ് കിട്ടിയ ഉടനെ നമ്മൾ ഇന്നിപ്പോൾ സെറിംഗേറ്റിൻ്റെ അകത്ത് കയറും. അകത്ത് കയറിയിട്ട് ഇന്ന് അവിടെ സ്റ്റേ ചെയ്യും നമ്മൾ. അപ്പോൾ കൂടുതൽ സിംഹങ്ങളുള്ളത് സെറിംഗേറ്റിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നാളെ നമ്മൾ രാവിലെ ഇതിനകത്ത് നല്ല യാത്ര തുടങ്ങിക്കഴിഞ്ഞാൽ കൂടുതൽ സിംഹങ്ങളെ നമുക്ക് വീഡിയോയിൽ കൂടി കാണിച്ചു തരാൻ പറ്റും. എത്തിനിപ്പോ കൊമ്പുണ്ട് വിചാരിക്കാം. ആനട്ടാ എൻ്റെ അമ്മ ഇവ് അപ്പൊ ആനട്ടാ സോ ബ്യൂട്ടിഫുൾ.
ഇത് നമ്മളിപ്പോൾ ഇന്നലെ രാത്രി താമസിച്ച ഏരിയ ആണിത്. ഇന്നലെ രാവിലെ മുതൽ വൈകിട്ട് വരെ ഓടി, കാടുകളിലൊക്കെ ഓടി, ഗൊറൊങ്കോറോ സെറിംഗേറ്റിയൊക്കെ ഓടി. രാത്രിയിൽ നമ്മളിപ്പോൾ താമസിച്ചത് സെറിംഗേറ്റി ഫോറസ്റ്റിന് നടുക്കായിട്ട്. ഇവിടെ ടെൻറ്റുകളുണ്ട്, ഒരുപാട് വീടുകൾ കാണാം ഈ വീഡിയോയിൽ. പിന്നെ ഇതൊരു ടെൻറ്റാണ്. ടെൻ്റ് എന്ന് വെച്ചാൽ അതിൽ സിംഗിൾ ബെഡുള്ളതുണ്ട്, ഡബിൾ ബെഡുള്ളതുണ്ട്. ഡബിൾ ബെഡ് എന്ന് വെച്ചാൽ ഒരു ഡബിളും 2 സിംഗിളായിട്ടാണ്. നല്ല വിശാലമായ വീടാണ്. പിന്നെ ഫാനില്ല, ഫാനിൻ്റെ ആവശ്യമില്ല. ഫാന് AC ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. നല്ല തണുപ്പാണ്, നല്ല ക്ലൈമറ്റാണ്. നമ്മൾ രാത്രി 7 മണിക്ക് ഇവിടെ എത്തി. നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇവിടെ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ്. ഇപ്പോൾ ഇന്നത്തെ പ്ലാനിങ് എന്ന് വെച്ചാൽ 7:30ക്ക് ബ്രേക്ക്ഫാസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ 8:30ക്ക് നമ്മളിവിടുന്ന് രാവിലെ വിടും. അത് ഇന്ന് മൊത്തം സെറിംഗേറ്റി നാഷണൽ പാർക്കിലാണ്, ഈ കാട്ടിനകത്ത് തന്നെ. ഇവിടെ നിന്ന് മറ്റുള്ള മൃഗങ്ങളെയൊക്കെ നമുക്ക് അടുത്ത് വെച്ച്, അതായത് നമ്മൾ വണ്ടിയുടെ അടുത്ത് വെച്ച് കാണാമെന്നൊക്കെ ഗൈഡ് നമ്മളോട് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ള കാഴ്ചകൾ എന്താണെന്നുള്ളത് നമുക്ക് പിന്നീട് കാണാം. പിന്നെ ഇവിടെ ഓരോ ടെൻറ്റിനും ഓരോരോ പേരുണ്ട്. അത് ഇവിടുത്തെ ഒരു മൃഗത്തിൻ്റെ പേരുകളാണ് ഓരോ ടെൻറ്റിനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഡിഫറെൻറ്റ്. ഏകദേശം 10-12ഓളം ടെൻറ്റുകളുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഇതിൽ കാണാൻ പറ്റും. ഇവിടെ ഏകദേശം 10-12ഓളം ടെൻറ്റ്. ഓരോ ടെൻറ്റിനും ഓരോ മൃഗത്തിൻ്റെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെയാണ് നമ്മൾ ഇന്നലെ താമസിച്ച അതിൻ്റെ റെസ്റ്റോറൻ്റാണ് ഇവിടെ. ഇവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ. ഇവിടെ ബാറുണ്ട്, പിന്നെ ഇപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. നല്ല സൗകര്യങ്ങളാണ്. ഇവിടുത്തെ ടൈമും കാര്യങ്ങളും ഇതൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ പേര് ഇക്കോമി സഫാരിസ് ക്യാമ്പ് എന്നാണ്. ഇതിൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. Really amazing. Yeah. ഉള്ളത് ഹിപ്പോപ്പൊട്ടാമസിൻ്റെ കുളത്തിൻ്റെ അടുത്താണ്. ഭയങ്കര വലിപ്പമുള്ള സാധനങ്ങളൊക്കെ. ഒരു ആനയുടെ വലിപ്പമുണ്ട് ഓരോന്നും. നമ്മളിപ്പോൾ വന്നത് ഇന്നലെ മുതൽ ഈ വണ്ടിയിൽ തന്നെ ഉണ്ട്. രാവിലെ മുതൽ വൈകിട്ട് വരെ യാത്ര ചെയ്തിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ട്, ടയർഡൊന്നും ആയിട്ടില്ല. നല്ല സുഖമുള്ള വണ്ടിയാണ്. ഇന്നും ഇതേ വണ്ടിയിൽ തന്നെ, നാളെയും ഇതേ വണ്ടിയിൽ തന്നെ നമ്മൾ യാത്ര ചെയ്യും. നല്ല സുഖമുള്ള വണ്ടിയാണ്. ഇത് നമ്മൾ 2ാം ദിവസത്തെ ലഞ്ച് ബ്രേക്ക് ടൈമാണ്.
അപ്പോൾ നമുക്ക് ലഞ്ച് കിട്ടിയിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം എന്തൊക്കെയാണ് ഉള്ളതെന്നുള്ളത്. ഇതിൽ ഒരു നൂഡിൽസ് കിടക്കുന്നുണ്ട്. പിന്നെ ഇതെന്തെന്നാ ഒരു ചിക്കൻ പീസ്, പിന്നെ ഒരു ബിസ്ക്കറ്റ്, ഒരു ജ്യൂസ്, പിന്നെ ഒരു പഴം, ഒരു കോഴിമുട്ട. ഇത്രയൊക്കെ സാധനങ്ങളാണ് നമുക്ക് ലഞ്ചിന് കിട്ടിയിട്ടുള്ളത്. വെറുതെ പേടിപ്പിക്കല റസ്മി. അത് ചീത്തയല്ലേ? ചീത്ത ചീറ്റ ചീറ്റ എടുത്തു. ടോട്ടോ